ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഡെലീഷ്യസും ആയിട്ടുള്ള ഈ പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റിയും അതേസമയം ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. വേനൽക്കാലത്ത് നമ്മൾ ധാരാളം വെള്ളവും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ജ്യൂസിന് ധാരാളം ഗുണങ്ങളുമുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റെസിപ്പി കണ്ട ശേഷം ഇതിൻ്റെ ഗുണങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതിയാവും. ആദ്യമായിട്ട് വേണ്ടത് 2 പച്ചമാങ്ങയാണ്. ഇത് അത്യാവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ്. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ്. മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്ന പനങ്കർക്കണ്ടാണ്. കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുമ്പോഴത്തേക്കും വൈറ്റ് ഷുഗറിനേക്കാളും പനങ്കർക്കണ്ട് നല്ലതായതുകൊണ്ടാണ് ഞാനിവിടെ പനങ്കർക്കണ്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പനങ്കർക്കണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മുടെ സാധാരണ പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ ഞാൻ ഏതാണ്ട് ഒരു 1/2 കപ്പ് പനങ്കർക്കണ്ട് അല്പം വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ബഞ്ച് പുതിന ഇലയാണ്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലി കളഞ്ഞാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ചട്ടിയിലോ പാനിലോ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് പുതിന ഇലയാണ്. ഇല മാത്രം എടുത്തിട്ട് ആ ഒരു ബഞ്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച പെരിഞ്ജീരകമാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉടച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഒന്ന് തണുത്ത ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം തന്നെ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ പനങ്കർക്കണ്ട് അലിയിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഷുഗറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഷുഗറും ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തത് ഞാനിതുപോലെ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മഷി പോലെ കണ്ടില്ലേ? ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ ചേർക്കുന്നത് നമ്മൾ പനങ്കർക്കണ്ട് അലിയിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഏതാണ്ട് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഡെലിഷ്യസും ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ച് അല്പം തണുപ്പിച്ച് കുടിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് തണുപ്പ് കുടിക്കുകയാണെങ്കിൽ ജലദോഷം പോലത്തുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളവരാണെങ്കിൽ തണുപ്പിക്കാതെ നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ വളരെയധികം റിച്ചാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, B1, B2, C ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മിനറൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാഷ്യം പോലത്തുള്ളതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അയണും സോഡിയവും ഒക്കെ ധാരാളം
ഉള്ള ഒരു ഡ്രിങ്കാണ്. മാത്രമല്ല ഫോളേറ്റ് പോലത്തുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സമ്മേഴ്സിലാണെങ്കിൽ കുട്ടികൾക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതെ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ചിലപ്പം ജസ്റ്റ് വെള്ളം കുടിക്കാനായിട്ട് മടി കാണിച്ചെന്ന് വരും. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൊടുക്കുകയാണെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യും. ഡീഹൈഡ്രേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ വരാതെയും ഇരിക്കും. മാത്രമല്ല നമ്മൾ പനങ്കർക്കണ്ടൊക്കെ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസുമാണ്. വൈറ്റ് ഷുഗറിൻ്റെ പ്രശ്നങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സമ്മേഴ്സിൽ ഒരുപാട് സ്വെറ്റിങ് കാരണം നമ്മുടെ ബോഡിയിൽ നിന്നും അയണും സോഡിയവും ഒക്കെ ധാരാളം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തെ ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ സമ്മേഴ്സിലാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അനീമിയ പോലത്തുള്ള പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ അതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ വളരെയധികം നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. ധാരാളം ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് അരിച്ചൊന്നും കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് ഫൈബറും നമ്മൾ കഴിക്കുന്നുണ്ട്. ഡൈജഷനൊക്കെ വളരെ നല്ലതാവും. പിന്നെ സമ്മേഴ്സിലാണ് പല കുട്ടികൾക്കും കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ വൈറ്റമിൻ എയിൽ റിച്ച് ആയതുകൊണ്ട് തന്നെ കണ്ണുകൾക്ക് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. പിന്നെ നമ്മുടെ എനർജി ലെവൽസൊക്കെ ബൂസ്റ്റ് ചെയ്യാനും വളരെയധികം നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം അങ്ങനെ വളരെ ന്യൂട്രീഷ്യസുമാണ്, ഒരുപാട് ഗുണങ്ങളുമുള്ള ഒരു ഡ്രിങ്കാണ്. എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ സമ്മറിൽ മാങ്ങ സീസണിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ്ട് 1 വയസ്സ് കഴിയുന്നത് തൊട്ട് തന്നെ നമുക്കിത് ചെറിയ രീതിയിൽ കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങാവുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.